ഹായ് SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലവ് ലാംഗ്വേജസ് ഉണ്ട് എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? കുറേ പേർക്ക് അറിയണ്ടാവില്ല, കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടായിരിക്കും. കുറച്ച് പേർക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ അറിയുണ്ടാവും, ഫുള്ളായിട്ട് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 തരത്തിലുള്ള ലവ് ലാംഗ്വേജസ് ഉണ്ട്. സോ എന്തൊക്കെയാണ് ആ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലവ് ലാംഗ്വേജസ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ്. അതായത് വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത്. ചില ആളുകൾക്ക് അങ്ങനെയാണ്, വാക്കുകളിലൂടെ സ്നേഹം കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി വന്നു കഴിഞ്ഞാൽ നിന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞു കേൾക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് മതി അവർക്ക്, അതായത് ഈ ഒരു വാക്ക് കൊണ്ട് സമാധാനമാവുന്ന ആളുകളായിരിക്കും അതിൽ കുറച്ച് പേരെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അത് കൊണ്ടേ കൊടുത്തു കഴിയുമ്പോൾ അവർ ഫുഡ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയായി, നമുക്കത് മതിയാവും. ഇല്ലാത്ത ദിവസത്തേക്ക് നമുക്ക് സമാധാനമാവാനായിട്ട് അത് മതി. അപ്പോൾ ഇവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ്. അതായത് വാക്കുകളിലൂടെ ഇപ്പോൾ അവർ നല്ല രീതിയിൽ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ വാക്കുകളിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ സമാധാനമാകുന്ന ആളുകളുണ്ട് കുറച്ച് പേര്. അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ഒരു വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ്. അതായത് വാക്കുകളിലൂടെ, വേർഡ്സിലൂടെ സ്നേഹം പ്രകടമാക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആക്റ്റീവ് സർവീസ് ആണ്. അതായത് ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പാർട്ട്നേഴ്സ് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കണം എന്ന് ഇവർക്ക് ആഗ്രഹം ഉണ്ടാവും. അതായത് ഡ്യൂട്ടീസിലും റെസ്പോൺസിബിലിറ്റി എല്ലാം രണ്ടുപേരും ഷെയർ ഇട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും വീട് ക്ലീൻ ചെയ്യാനാണെങ്കിലും ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും തൻ്റെ പാർട്ട്ണർ തൻ്റെ കൂടെ കൂടണം, ഇത് ചെയ്യാനായിട്ട് കൂടണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സൺഡേ ഒക്കെ ലീവായിട്ടിരിക്കുന്ന ടൈമിൽ രണ്ടുപേരും ഒരുമിച്ച് അടുക്കളയിൽ കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പോൾ ഭാര്യ മാത്രമാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ രസം ഉണ്ടാവില്ല, അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഭർത്താവ് കൂടി ഹെൽപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അന്ന് ഫുൾ ആൾ പോസിറ്റീവ് വൈബിലായിരിക്കും ഇരിക്കേണ്ടാവുക എന്നുള്ളതാണ്. ബിക്കോസ് അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവരുടെ പാർട്ട്ണർ അവരുടെ ഡ്യൂട്ടീസിലും റെസ്പോൺസിബിലിറ്റീസിലൊക്കെ പങ്കെടുക്കണം, ആക്റ്റീവ് സർവീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. സോ അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആക്റ്റീവ് സർവീസ് ആണ്. അതായത് കൂടെ എല്ലാ കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം ആണ്. അതായത് സമയത്തിന് വാല്യൂ കൊടുക്കുന്ന ആളുകൾ. ഇപ്പോൾ ചിലർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ അതിലൊന്നും അല്ലാത്ത വേറെ കുറച്ച് ആളുകൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയം, അതായത് എൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, എൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇരുന്നൊരു 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആവും എന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാൻ പാടില്ല, നിങ്ങൾ വേറെ ആരോടും സംസാരിക്കാൻ പാടില്ല, ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കണം, ഇവരോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. ഇത്തരത്തിൽ കുറച്ച് സമയം അവർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കും, ഇത്രയും കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ആൾ എനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി, ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് സംസാരിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ എൻ്റെ കൂടെ കുറച്ച് സമയത്ത് സംസാരിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആകും, ഇങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി അല്ല കേട്ടോ, വേറെ ടൈപ്പ് ഓഫ് ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ടൈമാണ്. സമയം കൊടുത്തുകൊണ്ട് പ്രണയിക്കുക, അല്ലെങ്കിൽ സമയത്തിലൂടെ പ്രണയം നേടുക എന്നുള്ളതാണ് ഇവർ വിചാരിക്കുന്നത്. ഈ സമയത്തിനാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ടച്ചാണ്. അതായത് തൊടുന്നതിലൂടെ സ്നേഹത്തെ മനസ്സിലാക്കുന്ന ആളുകൾ. ഇപ്പൊ ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരിക്കുന്ന സമയത്ത് കൈയൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം എന്ന് വിചാരിക്കുന്നവരാണ്. ചിലരുണ്ട്, ഇപ്പം റോട്ടിൽ കൂടെ ഒക്കെ നടന്നു പോകുന്ന സമയത്ത് രണ്ടുപേരും കൈയൊക്കെ ഇങ്ങനെ മുറുകെ പിടിച്ചങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ചിലർ പറയുന്നതൊക്കെ ഇവരെന്താ ഇങ്ങനെ കിടന്ന് കാണിക്കണം എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലവ് ലാംഗ്വേജ് അങ്ങനെയാണ്. അതായത് ടച്ചിലൂടെയാണ് അവർ പ്രണയം പ്രകടമാക്കുന്നത് എന്നുള്ളതാണ്. ഇഷ്ടം പ്രകടമാക്കുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ ഇവർക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്, നടക്കുമ്പോൾ കൈപിടിച്ച് നടക്കുന്നത്, ജസ്റ്റ് ഇങ്ങനെ ഹഗ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹാപ്പി സെക്ഷൽ ലൈഫിലൊക്കെ സാറ്റിസ്ഫൈഡ് ആവുന്ന ആളുകളാണ് ഇവർ. അതായത് എല്ലാ രീതിയിലും ഈ ഒരു ടച്ചിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന, ആ ടച്ച് നല്ല രീതിയിലാണെങ്കിൽ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകുമെന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും ഇവർ. അപ്പോൾ ഇവർക്ക് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ തൊട്ട്, മീൻസ് ഇങ്ങനെ കൈ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ തന്നെ ഇവർ ഭയങ്കര ഹാപ്പിയും. അപ്പോൾ ഇവർക്ക് വേറൊന്നും വേണ്ടി വരില്ല. ഇവരോട് കുറേ സമയം സംസാരിക്കണം എന്നുണ്ടായിരിക്കില്ല, ഇവർക്ക് വേണ്ടി വേറെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണം എന്നുണ്ടായിരിക്കില്ല. ഒന്ന് കൈ മുറുകെ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പക്കത്തി ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ പോയി സമാധാനമാകുന്ന ആളുകളാണ്. സോ ഇവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ടച്ച് ആണ്. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ കാറ്റഗറി, അഞ്ചാമത്തെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്
ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ഗിഫ്റ്റ് ഒന്നും വേണമെന്ന് ഇവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് മതി. അതിൻ്റെ വലിപ്പത്തിലൊന്നും ഇവർക്ക് വലിയ കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, ബർത്ത്ഡേ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെച്ച് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കുക എന്നുള്ളത് ഇവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അങ്ങനെ കിട്ടണം എന്നുള്ളത്. മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം ഇങ്ങനെ ഓർത്ത് വെക്കും, ഇനി വരുന്ന ദിവസം എൻ്റെ പിറന്നാളാണ്, അപ്പോൾ പിന്നെ ഉറപ്പായിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വെക്കും. ആ നേരെ മറിച്ച് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മറന്നു പോയിന്നുണ്ടെങ്കിൽ അന്നത്തോടെ അവരുടെ അന്ത്യമായിരിക്കും. അതായത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ തെറ്റിയിരിക്കുക അല്ലെങ്കിൽ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ വിചാരിക്കും ഗിഫ്റ്റ് കൊടുക്കാൻ മറന്നതിനാണ് ഇവരിങ്ങനെ കാണിക്കണം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അവരുടെ ലവ് ലാംഗ്വേജ് അങ്ങനെയാണ്. കൊടുക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഗിഫ്റ്റിലൂടെയാണ്, ആ സമ്മാനങ്ങളിലൂടെയാണ് പ്രണയം പ്രകടമാക്കുന്നതെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഗിഫ്റ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ഇവർക്ക് തീരെ സ്നേഹമല്ല, ഇങ്ങനെ വിചാരിക്കുന്ന ആളുകളാണ് ഇവർ. അത് ഇവരുടെ കുഴപ്പമൊന്നുമല്ല, പക്ഷേ ഇവരങ്ങനെയാണ്. മീൻസ് ആ രീതിയിൽ സ്നേഹം പ്രകടമാക്കാൻ അറിയുന്ന ആളുകളായതുകൊണ്ടാണ് ഗിഫ്റ്റിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവർക്ക് കുഞ്ഞു ഗിഫ്റ്റ് മതി. ചിലപ്പോൾ ഒരു മിഠായി കൊടുത്താൽ പോലും മതിയാവുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടണമെന്ന് മാത്രമേ ഇവർക്ക് ഉണ്ടായിരിക്കുള്ളൂ. വലിയ ഗിഫ്റ്റ് എന്നൊന്നുമില്ല. വലിയ ഗിഫ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും കേട്ടോ, അത് വേറെ കാറ്റഗറി. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാധാരണ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ കാറ്റഗറിയിലുള്ളത്. അതായത് ഗിഫ്റ്റിലൂടെ ഈ ഒരു ലവ് ലാംഗ്വേജസ് പ്രകടമാക്കുന്ന ആളുകൾ. അപ്പോൾ ഇത്തരത്തിൽ 5 ടൈപ്പ് ഓഫ് ലവ് ലാംഗ്വേജസ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ, വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റു വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്